നമ്മളൊക്കെ ബഹറുൽ ഉലൂമിന്റെ ശിഷ്യന്മാരാണ്, അവിടുത്തെ മക്കളാണ്. ബഹറുൽ ഉലൂം എന്നുള്ള ആ പേര് തന്നെ അവിടുത്തെ ഇൽമിന്റെ പ്രാധാന്യത്തെ അറിയിക്കാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് കനിഞ്ഞേകിയ ഒരു പേരാണ്. എല്ലാ ഇൽമുകളുടെയും ബഹർ ശരി തന്നെയാണത്. ഞങ്ങളൊക്കെ കേക്കേപ്പുറത്ത് ഓതുന്ന സമയം ആ പള്ളിയുടെ മൂലക്കരിന്നിട്ട് മേറാബിന്റെ മിമ്പറയുടെ അടുത്തിരുന്ന് ഉസ്താദ് ഇങ്ങനെ ചർച്ച നടത്തും. ടോളമയുടെ സിദ്ധാന്തം, ബത്ലൈമൂസിന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞതിന്റെ ശേഷം ആധുനിക യുഗത്തിനെ സംബന്ധിച്ചും ശൈഖുന പറയും കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം ഒരു പള്ളിയുടെ മൂലക്കരിന്നിട്ട്. അന്ന് ഭൂകേന്ദ്ര സിദ്ധാന്തമായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സൗരയുധത്തിനെ പറ്റിയാണ് ശൈഖുനാന്റെ ചർച്ച. കേക്കപ്പുറത്ത് ആ പള്ളിയുടെ മുകളിൽ അന്ന് ജദർ എടുക്കുന്നതിനെ പറ്റി, സംഖ്യകളുടെ റൂട്ട് എടുക്കുന്നതിനെ പറ്റി, അങ്ങനെ വലിയ സംഖ്യകളുടെ റൂട്ട് എടുക്കുന്നതിനെ പറ്റി ജദുവലൊക്കെ വരച്ച് അതിലെങ്ങനെ എഴുതി വലിയ സംഖ്യ റൂട്ട് എടുക്കുന്നതിന്. അപ്പൊ അവിടെ കോളേജിലൊക്കെ പഠിപ്പിക്കണ കോളേജിന്റെ പ്രിൻസിപ്പൽ അയാളുണ്ടായിരുന്നു. അയാളൊരു ദിവസം വന്ന് മുകളിൽ കയറി വന്നിട്ട് ഇതെന്താ ഈ വരച്ച് വെച്ചിക്കണെന്ന് ചോദിച്ചു. സംഖ്യകൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ മുകളിൽ കുറെ സംഖ്യ എഴുതിയിട്ടുണ്ട്, ഉള്ളിൽ കുറെ സംഖ്യ എഴുതിയിട്ടുണ്ട്, കുറെ കുത്തൊക്കെ ഇട്ടുണ്ട്, എന്താണ് സംഭവം? അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് റൂട്ട് എടുക്കുന്നതിനെ പറ്റിയാണ്. അപ്പൊ അതെങ്ങനെ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് ഞങ്ങൾ ഇങ്ങനെ വിവരിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. അയാൾ വല്ലാതെ അത്ഭുതപ്പെട്ടു. അയാൾ പറഞ്ഞു ഞങ്ങൾ സ്കൂളിലൊക്കെ ഇത് എടുക്കാൻ വേണ്ടി എത്ര ദിവസം മെനക്കെട്ടിട്ടും പ്രയാസപ്പെട്ടിട്ടും എടുക്കലെന്ന്. ഇത് വളരെ സിമ്പിളാണ്, ഇത് എടുക്കാൻ വളരെ സുഖമാണല്ലോ. അങ്ങനത്തെ വിധത്തിൽ ഇന്ന് എങ്ങനൊക്കെ കുട്ടികളെ സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ പറ്റും ആ വിധത്തിലൊക്കെ പഠിപ്പിച്ചിരുന്ന കണക്കാണെങ്കിൽ കണക്ക്,